ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഫെബ്രുവരി 20 വ്യാഴാഴ്ച മുതൽ പുതിയ മലയാള സിനിമകൾ ഉൾപ്പെടെ തിയേറ്ററിലെത്തുകയാണ്. പ്രധാനമായും നാളെ തിയേറ്ററിലെത്തുന്നത് കുഞ്ചാക്കോ ബോബൻ നായകനായി ജിത്തു അഷറഫ് സംവിധാനം ചെയ്യുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയാണ്. മാർട്ടിൻ പ്രക്കാട്ട് നിർമ്മിച്ച ഈ സിനിമ എഴുത്തുകാരനും സംവിധായകനുമായ ഷാഹി കബീറാണ് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. ജെക്സ് ബിജോയിയാണ് ഈ ചിത്രത്തിന് സംഗീതം പകർന്നിരിക്കുന്നത്. ചമൻ ചാക്കോ എഡിറ്റിംഗും. കണ്ണൂർ സ്ക്വാഡിലൂടെ പ്രശസ്തനായ റോബി വർഗീസ് രാജാണ് ഈ സിനിമയുടെ DOP. എന്തുകൊണ്ടും വളരെ മികച്ച ഒരു ടീം വർക്ക് തന്നെയാണ് ഈ സിനിമയ്ക്ക് പിന്നിൽ അണിനിരന്നിട്ടുള്ളത്. നിലവിൽ ബുക്ക് മൈ ഷോ ട്രെൻഡിങ്ങിൽ ഈ സിനിമ എത്തപ്പെട്ടിട്ടില്ല. നാളെ ഈ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യ, GCC, ഓവർസീസ് രാജ്യങ്ങളിലും റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. രാവിലെ 10 മണിക്കാണ് കേരളത്തിൽ ആദ്യ പ്രദർശനം ആരംഭിക്കുന്നത്. 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ സിനിമയുടെ ആദ്യ റിപ്പോർട്ടുകൾ ഏകദേശം 12:30 മണിയോടെ പുറത്തു വരുന്നതാണ്. കഴിഞ്ഞ വാരം, അതായത് ഫെബ്രുവരി 14 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത സിനിമയാണ് ബ്രോമാൻസ്. ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച് അരുൺ ഡി ജോസ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അർജുൻ അശോകൻ, മഹിമ നമ്പ്യാർ, സംഗീത് പ്രതാപ്, ശ്യാം മോഹൻ, മാത്യു തോമസ് എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. സിനിമ തിയേറ്ററിലെത്തി 6ാം ദിവസമായ ഇന്ന് ബുധനാഴ്ച ഈ സിനിമ കേരള കളക്ഷനായി ഏകദേശം 40 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട്. ഈ സിനിമയുടെ കേരള കളക്ഷൻ ഏകദേശം 5,90,00,000 റേഞ്ചിലാണ് നിൽക്കുന്നത്. ആദ്യ 5 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 13 കോടിയോളം കളക്ട് ചെയ്ത ഈ സിനിമ 6ാം ദിവസമായ ഇന്ന് ബുധനാഴ്ചയോടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി ഏകദേശം 13.5-14 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. ആന്റണി വർഗീസ് പെപ്പെ നായകനായി നവാഗതനായ ഗോവിന്ദ് വിഷ്ണു സംവിധാനം ചെയ്ത് ഫെബ്രുവരി 14 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് ദാവീദ്. ലിജോ മോൾ ജോസ്, വിജയരാഘവൻ, സൈജു കുറുപ്പ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ദീപു രാജീവൻ, ഗോവിന്ദ് വിഷ്ണു എന്നിവർ ചേർന്നാണ് തിരക്കഥ തയ്യാറാക്കിയത്. ആദ്യ 3 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 3,12,00,000 രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 6,27,00,000 രൂപയുമായിരുന്നു. 6ാം ദിവസമായ ഇന്ന് ബുധനാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷൻ ഏകദേശം 35 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 6 ദിവസം പിന്നിടുമ്പോൾ ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 4.5 കോടി റേഞ്ചിലാണ്. 6 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 9 കോടി റേഞ്ചിലുമാണ്. സജിൻ ഗോപു, അനശ്വര രാജൻ എന്നിവർ പ്രധാന താരങ്ങളായി ശ്രീജിത്ത് ബാബു സംവിധാനം ചെയ്ത് ഫെബ്രുവരി 14 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പൈങ്കിളി. ഫഹദ് ഫാസിൽ, ജിത്തു മാധവൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയത് ജിത്തു മാധവനായിരുന്നു. ആവറേജ് അഭിപ്രായം മാത്രം നേടിയെടുത്ത ഈ സിനിമ 3 ദിവസം കൊണ്ട് കേരള കളക്ഷനായി കളക്ട് ചെയ്ത് 2,10,00,000 രൂപയായിരുന്നു. 6ാം ദിവസമായ ഇന്ന് ബുധനാഴ്ചയിൽ ഈ സിനിമയുടെ കേരള കളക്ഷൻ 25 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ കേരള കളക്ഷനായി 3 കോടിക്ക് മുകളിൽ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഏകദേശം 4-4.5 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ബേസിൽ ജോസഫ് നായകനായി ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്ത് ജനുവരി 30 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് പൊന്മാൻ. ചിത്രത്തിന്റെ 3ാമത്തെ ബുധനാഴ്ച കൂടിയായ 21 ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. സജിൻ ഗോപു, ലിജോ മോൾ ജോസ്, ആനന്ദ് മന്മഥൻ, ദീപക് പ്രബോൾ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ നിലവിൽ ഏകദേശം ഫൈനൽ റണ്ണിലേക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ബുധനാഴ്ച ഈ സിനിമ കേരള കളക്ഷനായി ഏകദേശം 3 ലക്ഷത്തോളം രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. നിലവിൽ 21 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ ഏകദേശം 10,30,00,000 റേഞ്ചിലാണ്. അതേസമയം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായ കൃത്യമായ ഒരു ഫിഗർ ഇതുവരെയും ലഭ്യമായിട്ടില്ല. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.